இது ஏன் லைஃப். எனக்கு பணமும் புகழும் பெருசில்ல. இல்ல ஆண்டி, இனி என்ன தொந்தரவு பண்ணாதீங்க. நானும் ஒரு பெண், எனக்கு ஒரு வாழ்க்கை வேணும். ஆமா, இதுதான் என் முடிவு. നമ്മള് മുടിഞ്ഞു പൊട്ടേന്നാണ് അവള് പറയണേ. അല്ലടി, മുടിവെന്ന് പറഞ്ഞ തീരുമാനം എന്നർത്ഥം. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയെ വിളിച്ചറിയിക്കുക. അയ്യോ, ഓക്കെ. ஹாய், வாங்க வாங்க. எத்தனை நாளாச்சு உங்களை எல்லாரும் பார்த்து? என்ன கோவமா? உங்க கோவத்துக்கு காரணம் என்னன்னு எனக்கு தெரியும். சாரி. അപ്പൊ യമുന റാണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ സമ്മതിക്കണില്ലല്ലേ? ഒരമ്മമാരും സമ്മതിക്കൂല. ഓ ഓ, நான் டெலிஃபோன்ல பேசினது அது என் சொந்த விஷயம். അത് നിങ്ങളുടെ മാത്രം വിഷയമല്ല, ഞങ്ങളെ കൂടി ബാധിക്കുന്നതാ. ஓ, நான் உங்களை எல்லாம் மறந்துட்டேன்னு நினைச்சீங்களா? சாரி, நான் ரொம்ப பிஸியா இருந்தேன், அதனாலதான் பார்க்க முடியல. ஆமா, நீங்க ஏன் இந்த பக்கம் வரவே இல்ல? ഞങ്ങള് വരുന്നില്ലെങ്കിൽ എന്താ, വരേണ്ടവര് വരുന്നുണ്ടല്ലോ. இல்ல, நீங்க என்னென்னமோ மறைக்கிறீங்க. யூ ஆர் சப்ரசிங் சம்திங். നോ, ഞങ്ങളല്ല, നിങ്ങളാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നേ. യു പ്രസിംഗ് മൈ ഹസ്ബൻഡ്സ്. വേണ്ട, ചിരിക്കണ്ട. ഞങ്ങളുടെ ചങ്ക വേവണത്. കൂൾ ഡൗൺ. உங்களுக்கு என்ன ப்ராப்ளம்? வாங்க உட்கார்ந்து பேசலாம். വേണ്ട, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾ യമുന റാണിയോട് ഒരു കടം ചോദിക്കാനാ വന്നത്. அவ்வளவுதானா? கேளுங்களே, நான் என்ன வேணும்னாலும் தரேன். I like you all so much. മതി, ഞങ്ങളെ സ്നേഹിച്ചൊക്കെ മതി. ഞങ്ങള് പാവങ്ങളാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഇനി വിട്ടു തരണം. നിങ്ങളുടെ ഭർത്താക്കന്മാരാ? അല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കൃഷ്ണന്റെ പോക്കറ്റില് നിങ്ങളുടെ വളപ്പൊട്ടുകൾ എങ്ങനെ വന്നു? എന്റെ ഗോപേട്ടൻ ചെരുപ്പ് സാരിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഓഫീസ് അല്ലേ? എന്റെ നന്ദേട്ടന്റെ 5 കുട്ടികളെ പ്രസവിച്ചോളാം ഞാൻ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് സ്നേഹിക്കാൻ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കമലഹാസനും ഒക്കെ കിട്ടും. പാവപ്പെട്ട ഞങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തിനാ? അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ஒரு மன நிம்மதிக்காக தான் களங்கம் இல்லாத உங்களோட எல்லாம் ஃப்ரீயா பழகினேன். உங்க மனைவிங்க ரொம்ப அப்பாவிங்க, புவர் லேடிஸ். உலகத்துல என்ன நடக்குதுன்னு அவங்களுக்கு தெரியாது. அவங்க மனசுல நீங்களும் உங்க குழந்தைங்களும் மட்டும்தான். அவங்கள மனைவிகளை கழிச்சதுக்கு நீங்களா கொடுத்து வச்சிருக்கணும். இன்னைக்கு உங்க மனைவிங்க இங்க வந்திருந்தாங்க. அப்பப்பா என்ன திட்டி நொறுக்குனாங்க. நீங்க எல்லாம் என் கூட பழகுறதுல ரொம்ப சந்தேகப்படுறாங்க. மனசுல இல்லே, உங்களுக்கும் எனக்கும் ஏதோ தப்பான உங்களெல்லாம் என் சொந்த பிரதர்ஸ் மாதிரி தான் நினைச்சிட்டு இருக்கேன். அவங்கள மாத்த முடியாது. இனிமே நீங்க என்ன பார்க்க வரக்கூடாது. உங்களெல்லாம் நான் மறக்கவே மாட்டேன். உங்களுக்கு எப்படி நன்றி சொல்றதுன்னு எனக்கு தெரியல. தேங்க்ஸ். இதுதான் நம்ம கடைசி சந்திப்பு. எஸ், ലാസ്റ്റ് മീറ്റിംഗ്. ഇന്ന് നിന്റെ അവസാനടി. ഈ നന്ദകുമാർ ആരാണെന്ന് കാണിച്ചു തരാം. യമുന റാണിയോട് സങ്കടം പറയാൻ പോയിരിക്കുന്നു. നിന്നെ അടക്കാനൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെടി. യമുന റാണിയെ തിട്ടി നുറുക്കിനാങ്ക് രമ്പ സന്ദേഹം. നിന്റെ സന്ദേഹം ഞാൻ തീർത്തു തരാമടി. കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. അനുഭവിച്ചോ? അന്തസ്സും മാപുജാത്തിയുള്ള ഒരു കലാകാരുടെ മുമ്പില് ഭദ്രകാളി ഉറഞ്ഞു കൊള്ളാൻ പോയിരിക്കണു. നാണം കെടുത്തില്ലേ? നീ ആരാന്നടി നിന്റെ ഭാവം? മിണ്ടിപ്പോവരുത്. പട്ടികളെ പോലെ മക്കളെ പെറ്റുകൂട്ടാൻ ആരാടി നിന്നോട് പറഞ്ഞത്? നീ യമുന റാണിയോട് എന്തടി പറഞ്ഞു? ഞാൻ ചോദിച്ചാണോ കുറ്റം? നിങ്ങൾ കാണിച്ച തെറ്റല്ലേ? എന്താടി തെറ്റ്? യമുന റാണിയുടെ കൂടെ ചേർന്നതില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. മുടി കറുപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി അഭിനയിക്കാൻ വിട്ടു. കയ്യിലൊരു ബൊക്കം വാങ്ങി തന്ന് പണം കടം ചോദിക്കാൻ പറഞ്ഞു വിട്ടു. എല്ലാം ചെയ്യിച്ചത് നീയല്ലടി എരപ്പേ. ഇപ്പൊ കുറ്റമൊക്കെ എന്റെ തലയിലായോ? അതേടി, ഭർത്താവ് ഒരു അന്യ സ്ത്രീയുമായി ഇടപഴകുമ്പോൾ അവളെ സ്പർശിക്കുന്നുണ്ടോ, അഥവാ സ്പർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ സ്പർശിക്കുന്നു, അത് എത്ര നേരം നീണ്ടു നിൽക്കാം, എപ്പോ നീക്കി മാറ്റാം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ. എല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പൊ എന്ന് വെച്ച് ലോഹി
ലോഹിയാവും. ഞാനൊരു പുരുഷനാടി. 10 പവനും തന്ന് ഈ മരമോന്ത എന്റെ തലയെ കെട്ടിവെച്ചില്ലടി നിന്റെ തന്തപ്പടി പിശികം പീതാംബരൻ. ദേ, എന്റെ അച്ഛനെ പറയരുത്. പറയൂടി. 4ാം ക്ലാസ് വരെ അലവലാതെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അച്ഛൻ കേക്കട്ടെ. നാട്ടും പുറത്ത് അരി മതി മതിയല്ലോ. ഞാൻ മുനിയൊന്നുമല്ല. അല്ല, മുനിമാർക്കും പറ്റും. മേനെ ഉത്സാഹിച്ച് മേനിയൊന്ന് കുലുക്കിയപ്പോ വിശ്വാമത്തിന്റെ തപസ് പൊളിഞ്ഞില്ലടി. പുരുഷന്മാരൊക്കെ അല്പം വീക്കായിരിക്കും. അവസരം കിട്ടിയ അവര് കക്കും. എനിക്കറിയാം. ഐ ഓൾസോ ഹാവ്. നിർത്തടി നിന്റെ മുടിഞ്ഞ ഇംഗ്ലീഷ്. ഇനി നീ ഇംഗ്ലീഷ് പറയോ? മങ്ങടി മങ്ങി തോല. നിന്നെ പോലുള്ള അല്പജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി. ഞാൻ നല്ല ഭാഷ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോടി. ഓടി ബ്രിട്ടീഷുകാരി. എവിടെന്ന് വെച്ചാ പോയി തോല പോ. എടി കണ്ണു പൊട്ടി. എന്നെ ചായപ്പിക്കടത്ത് കൊതുകടി വിളിച്ചില്ലേ? നീ അനുഭവിക്കടി അനുഭവിക്കടി. നിന്റെ ഭരണം എന്നത്തോടെ അവസാനിപ്പിക്കടി. നിന്നെ എനിക്ക് വേണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത് പോയി പറയടി നിന്റെ തന്തയോട് കേസ് കൊടുക്കാൻ. ആനന്ദം കൗസെടുത്തേ എടുത്തി. என்ன நான் பாட்டுக்கு பேசிக்கிட்டே இருக்கேன், பதில் எதுவும் பேசாம இருந்தா என்ன அர்த்தம்? ஆசைக்கு ஒரு அளவு இருக்கு. நான் ஆசைப்பட்டதை விட கடவுள் எனக்கு அதிகமாவே கொடுத்திருக்காரு. போதும். இன்னைக்கு நீ ஒரு சினிமா நடிகை இல்லாம இருந்திருந்தா ஆஃப்டர் ஆல் ஒரு டாக்டராவோ இன்ஜினியராவோ டீச்சராவோ போயிருந்திருப்ப. நான் தான் உன்னை நடிகையாக்குனேன். இன்னைக்கு நீ தென்னகத்திலே ஒரு பெரிய சூப்பர் ஸ்டார். உன்னோட டேட்ஸ்க்காக ஒவ்வொருத்தரும் கியூல நின்னுகிட்டு இருக்கான். இந்த பணம் புகழ் இதெல்லாம் எப்படி வந்துச்சு? உன்னோட டேலண்ட்னால மட்டும் இல்ல, என்னோட முயற்சினாலையும் கூட. எவ்வளவு தடவை இதெல்லாம் சொல்லிருக்கீங்க. உங்களுக்காக தான் இவ்வளவு நாளும். இனிமே என்னடி, அந்த ப்ரொடியூசர் யோகேஸ்வர் உனக்கு 75 லட்சம் ரூபாய் சம்பளமும் தமிழ் ரைட்ஸும் நமக்கு கொடுத்திருக்காரு. பணம் பணம் பணம். உங்களுக்கு இப்போ பணம் வெறி பிடிச்சிருக்கு. 75 லட்சம் என்ன, 75 கோடி கிடைச்சா எப்படி வேணாலும் ஆக்ட் பண்ணலாமா? இதுதான் உங்க பாசமா? அந்த கதை படிச்சிருப்பீங்களே. கல்ச்சர் இல்லாத ஒரு கிராமத்துல மழை பெய்யறதுக்காக ஒரு ஆதிவாசி பொண்ண அநாகரிகமா உடையாட இல்லாம ஊரு ஜனங்க மத்தியில காளிக்கு பலி கொடுக்கறாங்களா? அது கேவலமா இல்ல? ஏன் இதுக்கு முன்னாடி நீ செக்ஸி ஆக்ட் பண்ணது இல்லையா? அந்த மாதிரியா இது? அந்த ஆதிவாசி பொண்ண நான் நடிக்கணும் இல்ல? சினிமாவில அந்த கேரக்டரை பார்த்து ஜனங்க கண்ணீர் விடுவாங்க. ஆனா அந்த பொண்ணாக நடிச்ச யமுனா ராணிய காரி துப்புவாங்க. போதும் ஆண்டி, அந்த படம் எனக்கு வேண்டாம். இன்னைக்கு எனக்குன்னு ஒரு இமேஜ் இருக்கு, ரசிகர்கள் இருக்காங்க. அவங்கள என்னால ஏமாத்த முடியாது. அந்த ரோலை நான் ஆக்ட் பண்ண மாட்டேன். நல்ல மனைவியா, நல்ல தங்கையா, நல்ல தாயா, எவ்வளவு ரோல்ஸ் ஆக்ட் பண்ணிருக்கேன். ரியல் லைஃப்ல அந்த மாதிரி ஒரு ரோல், அதுதான் நான் ஆசைப்படுறேன். எனக்கு அது போதும். இனிமே என்ன கம்பல் பண்ணாதீங்க. தயவு செஞ்சு என்ன விட்டுடுங்க ப்ளீஸ். ராணி, இந்த சந்தானவள்ளி யாருன்னு உனக்கு நல்லாவே தெரியும். நான் நினைச்சதை செய்வேன், செய்யவும் வைப்பேன். அந்த படத்துக்காக 25 லட்சம் ரூபாய் நான் அட்வான்ஸா வாங்கிட்டேன். நீ யோகேஸ்வர் படத்தில் நடிக்கிற. நாளைக்கு அக்ரிமெண்ட்ல சைன் பண்ற. யாரது? ഞങ്ങള് രാവിലെ മുതലേ ഇതിനകത്ത് ഒളിച്ചിരിക്കുക. യമുനാറാണി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടെയുള്ള കാര്യം വീട്ടുകാർക്കൊന്നും അറിയില്ല. എന്നാச்சு? എന്റെ ഏട്ടന്മാരെക്കാൾ കൂടുതൽ യമുനാറാണി എനിക്കറിയാം. ആ നല്ല മനസ്സിനെ കുറിച്ച് സിനിമാവാരികൾ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം ഭൂമിയിലെ ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരൂ. എന്നാ വേണം? ഞങ്ങളെ രക്ഷിക്കണം. സ്നേഹത്തിലാണെന്ന് അറിയാലോ. ഇപ്പൊ ഞങ്ങളുടെ വീടൊരു യുദ്ധക്കളാ. ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ബന്ധം ഒരിക്കലും അവർ അംഗീകരിക്കില്ല. ഇതല്ലാതെ മറ്റൊരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കാനും ആവില്ല. ഞങ്ങൾക്കൊരു ജീവിതം തരാൻ സന്മനസ്സുണ്ടാവണം. യമുനാറാണി പോകുമ്പോ ഞങ്ങളും കൂടി വരട്ടെ മദ്രാസിലേക്ക്. എന്തെങ്കിലും ഒരു ജോലി
ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ മതി ഞങ്ങൾക്കൊരു ജീവിതം കിട്ടാൻ. ഞാനും ചന്ദ്രുവും லவ் பேர்ட்ஸ். காதல் ஜோடியா நான் நிறைய நடிச்சிருக்கேன். ஆனா உண்மையான காதலை பார்க்கும்போது ரொம்ப சந்தோஷமா இருக்கு. பட் ஐம் சாரி, என் லைஃபே பிரச்சனையா இருக்கு. என்னையே என்னால காப்பாத்திக்க முடியல. உங்களை கடவுள் காப்பாத்துவார். நீங்க நல்லா இருக்கணும். എന്താ എന്താ അറിഞ്ഞില്ലേ? യമുന റാണി വിഷം കഴിച്ചു. നന്നായി കണക്റ്റായി പോയി. അവക്ക് അങ്ങനെ തന്നെ വരണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റയിടാൻ വന്നവർക്ക് പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. എന്നാലും അവൾ എന്തിനാ ആത്മഹത്യ ചെയ്തത്? മനന്നൊന്ന് ചെയ്തതായിരിക്കും. നമ്മുടെ ആമ്പ്രതന്മാരെ കിട്ടാത്തതിലുള്ള പ്രേമ നൈരാശ്യം. കണ്ണിൽ ചോര ഉണ്ടോടി നിനക്കൊക്കെ? ആ പാവ അവിടെ മരിക്കാൻ കിടക്കുമ്പോഴും നിന്റെ ഒന്നും പകയും സംശയവും അടങ്ങില്ല അല്ലേ? ഓ, കാമുകയെ കുറിച്ച് പറഞ്ഞപ്പോ തേല് കടിച്ച കൊരങ്ങനെ പോലെ ആയില്ല. ഏട്ടാ, ഇതിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓണങ്കറ മൂലന്ന് കെട്ടിയെടുത്ത് പോയില്ലേ വിവരം കേട്ട വർഗം. നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. ആഹാ പോവേ, ഈ പടി കടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാലത് കാണണമല്ലോ. ചേട്ടാ, ഇവളമാരിങ്ങനെ ചലിച്ചോണ്ടിരിക്കും. നമ്മൾ പോയില്ലെങ്കിൽ മര്യാദയടാ. പോണൊക്കെ കൊള്ളാം, തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ ജഡമായിരിക്കും കാണുക. ഒന്ന് പോയി കാണാതിരുന്ന നന്ദികേട്. പോയാ ഈ പണ്ടാറങ്ങൾ തൂങ്ങിച്ചാവും. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാണ് നമ്മള്. ഗോപ കൃഷ്ണ, ഇനി എന്താണൊരു വഴി? 3 എണ്ണത്തിനെ തല്ലി കൊന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. നന്ദകുമാർ, ഗോപകുമാരൻ, കൃഷ്ണകുമാർ? ഞങ്ങളൊക്കെയാണ് സാർ. അത് ശരി. അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ 3 വില്ലന്മാരെയും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. യു ആർ മൈ നോട്ടഡ് പേഴ്സൺസ്. നിങ്ങൾ യമുന റാണിയുമായിട്ടുള്ള ബന്ധം? കഴിഞ്ഞ 26 ദിവസമായി ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഐ സീ. നിങ്ങൾ? ഞങ്ങൾ ഇവരുടെ ഭാര്യമാരാ. വെരി ഗുഡ്. പറയൂ, നിങ്ങൾ യമുന റാണിയുമായിട്ടുള്ള ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല സാർ. അയ്യോ ഉണ്ട്. ഇവര് കള്ളത്തരം പറയാ. ഇവർക്ക് യമുന റാണിയുമായി ബന്ധമുണ്ട്. യമുന റാണി സൂയിസൈഡ് ചെയ്യാൻ കാരണം തന്നെ ഇവരാണ് സാർ. യമുന റാണിയുടെ പേരും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സാർ. ആ ഇപ്പഴും പറഞ്ഞു ഞങ്ങളെ കൊല്ലുമെന്ന്. ഒരു സ്വന്തം ബ്രദേഴ്സിനെ പോലെ പറയാണ് സാർ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കണം സാർ. മനസ്സിലാക്കിക്കാം. താങ്ക് യു. വെരി നൈസ് ലേഡീസ്. എന്റെ ആരാധനാപാത്രത്തെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിച്ചു. സ്വന്തം ഭാര്യമാരെ പീഡിപ്പിച്ചു. ചാൾസ് ശോഭരാജിനെ പോലും വെല്ലുന്ന 3 കൾപ്രിറ്റ്സ്. സാറേ, അത് ഒരക്ഷരം മിണ്ടി പോരുത്. മനുഷ്യ ശരീരത്തിൽ 4444 ഞരമ്പുകളാണുള്ളത്. ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് 2222 ചുരുങ്ങും. പഞ്ചിപ്പാല് വരെ ഛർദ്ദിപ്പിക്കും. അയ്യോ അവരെ കൊണ്ടുപോകരുത് സാർ. അവര് പാവങ്ങളാണ് സാർ. വേറെ സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവര് കുറ്റവാളികളാണെന്ന് സ്വന്തം ഭാര്യമാർ തന്നെ മൊഴി തന്ന സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലും ഇല്ല. നിങ്ങൾ 3 പേര് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. കൂടുതൽ മൊഴി തരാൻ. ഓക്കെ സാർ, ഞാൻ ഇവരുടെ അച്ഛനാണ് സാർ. ഇവര് നിരപരാധികളാണ് സാർ. പരമേശ്വരൻ പിള്ള സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഇവരെ കൊണ്ടുവരിക്കാൻ പറ്റില്ല സാർ. ഇനി യമുന റാണിയുടെ മൊഴി കിട്ടിയതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വെരി സോറി സാർ. കമോൺ. ശബ്ദിച്ചു പോകരുത്. ഒരല്പമെങ്കിലും വകതിരിവ് വേണ്ട കുട്ടികളെ. ഭർത്താക്കന്മാർക്കെതിരായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു. ഒന്ന് വരട്ടാൻ വേണ്ടി അങ്ങനൊക്കെ പറഞ്ഞത്. പോലീസുകാരവര് തല്ലു അമ്മാവാ. ഇല്ല, തലോടും. അമ്മാവ ഇനി എന്താ ഒരു വഴി? ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടില്ലേ? യമുന റാണിയുടെ മൊഴിയാണ് പ്രധാനം. ആസ്പത്രിയിലേക്ക് പോവാ. യമുന റാണിയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അയ്യോ എന്റെ യമുന റാണി ഞങ്ങളെ രക്ഷിക്കൂ. ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ. അവിടെ നിൽക്കാൻ. യമുന റാണി കണ്ണു തുറന്നോ? ഇല്ല. ഇപ്പോഴും ഐസ് പ്ലാന്റിൽ തന്നെയാണോ? അല്ല, ഐസിയുല. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായി കാണിക്കുന്നേ? ഇത് എന്ത് പണിയാണ്? സൈലൻസ് പ്ലീസ്. നിങ്ങൾ യമുന റാണിയുടെ ആരാ? യമുന റാണിയുടെ അയൽവക്കത്ത് താമസിക്കുന്നവരാ. യമുന റാണി കേസിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും പോലീസ് പിടിച്ചോണ്ട് പോയി. ഓ, പ്രതികളുടെ ഭാര്യമാരാണോ? അതോ തന്നെ. അങ്ങോട്ട് മാറി നിൽക്കണം. അങ്ങോട്ട്. അമ്മാവാ കാണാൻ പറ്റില്ല അമ്മാവാ. എന്താ കുട്ടികളേത്? മലന്ന് കിടന്ന് തുപ്പുക. നിങ്ങളുടെ ഭർത്താക്കന്മാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പോവുക. എങ്ങനെയാ? നിങ്ങൾ ഇവിടെ വന്നാൽ ശരിയാവില്ല. ഒരു പോവാ 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 പോവാ. അയ്യോ എന്താ സാറേ ഇത്? സാറ് വിഷമിക്കാതെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. സാർ ടെൻഷൻ ആവാതെ. സാർ ആകെ പ്രശ്നമാ. ആശുപത്രിയിലേക്കുള്ള വാഹന തിരക്ക് മൂലം റോഡ് ആകെ ബ്ലോക്കാ. എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാനും ആകെ ബ്ലോക്കായി നിൽക്കാണ്. എന്റെ യമുന റാണിക്ക് ബോധം തെളിയാതെ എനിക്ക് ഒന്നിനും ആവില്ല. സാർ പോയി എന്തെങ്കിലും ചെയ്യണോ? കാക്കിക്കുള്ള കലാഹൃദയം ഒന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് സ്വയമായിട്ട് പൊട്ടിക്കറിയാൻ പോലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ പോടോ. ഗുരുവായൂരപ്പ, യമുന റാണിക്ക് ബോധം തെളിഞ്ഞാൽ ഞാനൊരു ശയന പ്രദർശനം നടത്തിയേക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത് കേൾക്കുക.
കുടുംബം നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും പെണ്ണുങ്ങളാ. എല്ലാത്തിനും തുടക്കം കുറച്ച് ഇവരാ. അമിട്ടിന് തീ കൊളുത്തിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ഭാവിച്ചാലോ അത് പൊട്ടും. അസ്ഥാനത്താണെ കൂര വരെ നശിച്ചു എന്ന് വരാം. കത്തി നശിച്ചിട്ട് വാവിട്ട് നിലവിളിച്ചിട്ട് എന്താ കാര്യം? ഒരു നടി വരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയാ ഇവരിവിടെ കാട്ടിക്കൂട്ടിയത്. നക്കാപ്പിച്ച ശമ്പളക്കാർക്ക് എന്തിനാടോ ടിവിയും ഫോണും ഫ്രിഡ്ജും ഒക്കെ? മേടിച്ചു കൊടുത്തില്ലെങ്കിൽ സത്യാഗ്രഹം. എങ്ങനെ മേടിച്ചു? പണം പലിശക്കെടുത്തും പണ്ടം വിറ്റുമൊക്കെ. തോപ്പിൽ കുടുംബത്തിന്റെ അന്തസ്സ് നീ കളഞ്ഞോടി. ഇല്ല തോപ്പിലാനെ, മനുഷ്യ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതാ ഇവര് വിറ്റ സാധനങ്ങളാ. എല്ലാം ഞാൻ പണം കൊടുത്ത് ഇവരറിയാതെ തിരികെ വാങ്ങിച്ചു വെച്ചതാ. എന്താ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളുടെ മഹത്വം? അപ്പൊ തന്റെ മക്കൾ ചെയ്തതോ? ഒരു സിനിമാ നടിയുടെ വെളുപ്പ് കണ്ടപ്പോ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് അവരുടെ പിന്നാലെ പോയില്ലേ? തന്റെയും മക്കളുടെയും പേരിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാ. മകളെ കെട്ടിക്കാൻ പ്രായമായി. അപ്പോഴാ ഇന്ത്യവാദ്യാരുടെ ഒരു പ്രേമം. ഈ ബന്ധം വേർപെടുത്തണം. സദ്യക്ക് ഒരു വക പ്രഥമം മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും കൂടെ ചേർന്നത് 3 ആക്കി. ഒക്കെ നഷ്ടമായില്ലേ? അതൊക്കെ താത്തരോടോ? തരാം, ഒന്നും നഷ്ടമാവില്ല. എന്റെ മക്കൾ അങ്ങനെ വഴിതെറ്റില്ല. അങ്ങനെയാ ഞാൻ അവരെ വളർത്തിയത്. അപ്പൊ ഞങ്ങക്ക് വന്ന കത്തോ? കത്ത് കാര്യങ്ങൾ കൈവിട്ടു പോണൂന്ന് കണ്ടപ്പോ ഒരു സൂത്രപ്പണി ചെയ്തതാ. ആ കത്തയച്ചത് ഞാനാ. അതമ്മ മക്കളെ രക്ഷിക്കാൻ വെറുതെ പറയാ. അല്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. മത്സരിച്ച് ഭർത്താക്കന്മാരെ ഉന്തിത്തള്ളി വിടുകയായിരുന്നില്ലേ നടിയുടെ കൂടെ കൂടാൻ. ഒരു കുടുംബം മുഴുവൻ വഴിയാധാരമാവും നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നേരിട്ട് പറഞ്ഞ വില പോവില്ലെന്ന് കണ്ടപ്പോ കത്തയച്ചു. ഇതാ ഒറിജിനൽ. നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഫോട്ടോ കോപ്പി. ഈ കത്ത് കിട്ടിയതിന് ശേഷമാണോ പെമ്പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായത് അല്ലേ? ഇനി നിങ്ങൾക്ക് മക്കളെ വിളിച്ചോണ്ട് പോവാം. അവർക്ക് വേണി ആത്മഹത്യ ചെയ്യാം, അതല്ലെങ്കിൽ മാനം മര്യാദയായിട്ട് ജീവിക്കാം. എന്തൊക്കെയായാലും എന്റെ പേരക്കുട്ടികളെ ആർക്കും ഞാൻ വിട്ടുതരില്ല. അവര് വരില്ല. എനിക്കിവരെ വേണം. അടുത്ത തലമുറയ്ക്ക് മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ ഇവരെങ്കിലും എനിക്ക് വേണം. അമ്മാവാ ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. ഭർത്താക്കന്മാരെ കാണണമല്ലേ? പോകാം. തന്റെ മോന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ജാമ്യമൊന്നുമില്ല. ഇത് 4 ഒറ്റ കേസാ. ശ്വാസം വിടണം. സാർ, ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു. എന്താ? ഞങ്ങൾ ഒന്നവരെ കണ്ടോട്ടെ. ആയിക്കോ, ബഹളം ഉണ്ടാക്കരുത്. എന്റെ 5 പിള്ളേരുടെ അച്ഛനെ ഈ ഗതി വന്നല്ലോ. എന്റെ പറക്കോട്ട് ഭഗവതി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാനിത് എങ്ങനെ സഹിക്കും? നന്ദേട്ടാ, ആ ഉമക്കത്തെഴുതിയത് അമ്മാവനാ. എന്റെ പൊന്നു ചേട്ടനെ പോലീസുകാര് ഒരുപാട് അറ്റാച്ച് ചെയ്തോ? എല്ലാം ഞങ്ങളുടെ തെറ്റാ. സ്വന്തം നില മറന്ന് ആഡംബരവും പൊങ്ങച്ചും കാട്ടിയതിന് ശിക്ഷ ഇനിയൊന്നും ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നു. പക്ഷേ ഈ പോലീസുകാർക്ക് ഇനിയും അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. എള്ളോളം കളങ്കം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ നന്ദേട്ട കൃഷ്ണേട്ട? അതാ സത്യം. അതായിരിക്കും നമുക്ക് ഈ ശിക്ഷ കിട്ടിയത്. പാവം പാവം. അച്ഛാ, എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണം. കുട്ടികളെ കാണാൻ ധൃതിയായി. 5ഉം 6ഉം വയസ്സുള്ളപ്പോഴാ എന്റെ മക്കളെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. സാറേ, എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ക്ഷമിക്കണം സാർ, യമുന റാണിക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. അവരുടെ മൊഴിയെടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. யமுனா, என்ன மன்னிச்சிடுமா. உனக்கு பிடிக்காத எதுவும் வேண்டாம். பணம் இல்லை, நீதான் எனக்கு முக்கியம்.
ആ മുൻഷി പരമേശ്വര പിള്ളയും കുടുംബവും வர சொல்லுங்க. യെസ് മാഡം. ഞാൻ മുൻഷി പരമേശ്വരൻ പിള്ള, ശാന്തി നിലയത്തിലെ. എന്റെ മക്കള് ഒരു ആപത്തിൽ അകപ്പെട്ടിരിക്കുക. യമുനാ റാണിയുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണം இப்படி எல்லாம் நடக்கும்னு நான் எதிர்பார்க்கவே இல்லை. അനിയും കുട്ടിയും പോലീസുകാര് പിടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ ആണുങ്ങളെ തെറ്റുകാരല്ലെന്ന് പോലീസിനോട് പറയണം. പറയാം. ஆனா நீங்க எனக்கு என்ன தருவீங்க? യമുനാ റാണിക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? மேனேஜர், യെസ് മാഡം. நான் இந்த ஊருக்கு வந்ததுல இருந்தே உங்க வீட்ல ஒரு கதையே நடந்திருக்கு. விறுவிறுப்பான கதை. நான் இப்ப ஆக்ட் பண்ற படத்தோட கதையை விட சூப்பர் கதை. நம்ம கதைக்கு ஒரு கிளைமேக்ஸ் வேணும். அத நான் சொல்லட்டுமா? வாங்க. உங்களுக்கு ஒரு வாழ்க்கையை கொடுக்கணும். உங்க ரெண்டு குடும்பமும் ஒன்னா இருக்கணும். நீங்க சந்தோஷமா இருக்கணும். அதான் என் விருப்பம். கதையோட கிளைமேக்ஸ். என்ன தயக்கம்? மறுத்தா நான் போலீஸ் கிட்ட சொல்ல மாட்டேன். വേണ്ട, ഞങ്ങൾക്ക് സമ്മതമാ. അമ്മാവാ, എനിക്ക് സമ്മതാ. நீங்க என்ன சொல்றீங்க? സമ്മതമാണെന്ന് പറയൂ. നമ്മുടെ മോന് വേണ്ടി. എന്തോ ആയിക്കോട്ടെ. மேனேஜர், മാഡം. இன்ஸ்பெக்டர் கூப்பிடுங்க. സർ. യെസ് മാഡം. இன்ஸ்பெக்டர், என் சூசைட் அட்டெம்ப்ட்க்கு காரணம் இவங்க ஹஸ்பண்ட்ஸோ அந்த அனியன் குட்டியோ இல்ல. പിന്നെ ആരാ? ഞങ്ങള് ദേശം പത്രത്തിന്റെ. சாரி, அது என் குடும்ப பிரச்சனை. എനിക്കതൊന്നുമല്ല പ്രശ്നം. യമുനാ റാണി രക്ഷപ്പെട്ടല്ലോ. അവരെ നാലുപേരെയും വിട്ടയക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ആദ്യം ഗുരുവായൂർ വരെ ഒന്ന് പോണം. ഒരു നേർച്ചയുണ്ട്, ശയന പ്രദക്ഷിണം. വരട്ടെ. டைரக்டர் சார், ப்ரொடியூசர் சார், நாளையில இருந்து ஷூட்டிங் பிளான் பண்ணிக்கங்க. நான் ரெடி. താങ്ക് യു. என் மேல உள்ள சந்தேகம் தீர்ந்ததா? இந்த ஸ்ரீகிருஷ்ணபுரமும் சாந்தி நிலையமும் நீங்க எல்லாம் என் இதயத்துல இருக்கீங்க. மறக்க மாட்டேன். ஒரு நாளும் மறக்க மாட்டேன். முன்ஷி சார், இனிமேலாவது என்ன வெறுக்க மாட்டீங்களே? இப்ப சொல்லுங்க, உங்க கதையில எனக்கு என்ன ரோல்? തെറ്റ് മുഴുവൻ എന്റെ കുട്ടികളുടെ. വലിയൊരു മനസ്സുണ്ടല്ലോ. ഞങ്ങളോട് ക്ഷമിക്കുക. എന്റെ മരുമക്കൾക്ക് യമുനാ റാണി ഒരു മാതൃകയാവട്ടെ. ഞങ്ങളുടെ കഥയിലെ എല്ലാ സദ്ഗുണങ്ങളുള്ള കഥാനായിക ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഗുരുവായൂരപ്പൻ നിങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെ എല്ലാ ഹാപ്പി ന്യൂ ഇയർ ആയി.